സമയം ഇപ്പം 12 മണി അടുപ്പിച്ചായി. രാവിലെ തന്നെ ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. പോയി തിരിച്ചു വരുന്ന വഴിയായത്. ഈ സാധനത്തിൻ്റെ താഴെ കൂടി പോകുമ്പോൾ എന്നാന്ന് അറിഞ്ഞൂടാ, ഭയങ്കര പേടിയാണ്. എന്തായാലും പുതിയ റോഡിൻ്റെ ഒരു ഭാഗമാണ് അങ്ങ് ദൂരെയാണ് കാണുന്നത്. ഈ റോഡിൻ്റെ പണിയെല്ലാം ഫുള്ള് കഴിഞ്ഞാൽ എന്തായാലും വൻ മാറ്റമായിരിക്കും വരാൻ പോകുന്നത്. തളിപ്പറമ്പിൽ നിന്ന് കണ്ണൂരേക്ക് പോകുന്ന റോഡാണിത്. തിരിച്ച് വീട്ടിലെത്തിയിട്ട് ആച്ചുവിൻ്റെ കുറേ കലാപരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വൈകുന്നേരം ആയപ്പം വെള്ളിക്കയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഗൂഗിൾ പറഞ്ഞ പോലെ തന്നെ എത്തി, ഇത് തന്നെ. ഇനിയിപ്പം ഇവിടുത്തെ കുറച്ച് വൈബ് പരിപാടിയായിരിക്കും. വൈബാവുമോ അതോ വേറെ എന്തെങ്കിലും ആവുമോ എന്ന് അച്ചുവിൻ്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. എന്തോരം സ്ഥലങ്ങളാണ് കാണാനുള്ളത്. കണ്ണൂരുകാരിയായ ഞാൻ പോലും ഇവിടെ ഇങ്ങനെ കുറച്ച് റിലാക്സായി വന്നിരിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. എല്ലാവർക്കും പോകണം എവിടെയെങ്കിലും എല്ലാം. എന്നാൽ നമ്മളെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ പോലും നമ്മൾ കണ്ടിട്ടുണ്ടാവും. കുറച്ച് മുന്നോട്ടായിട്ട് രണ്ടാൾ നടന്നു പോകുന്നുണ്ട്. ഇവർ രണ്ടുപേരും ആ പാർക്ക് ഫുള്ളായിട്ട് നടന്നു തീർത്തിട്ടുണ്ട്. നമ്മൾ വണ്ടിയിൽ പോകുന്നു, അവർ നടന്നു പോകുന്നു. നമ്മളിങ്ങോട്ടേക്ക് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം, നമ്മളിങ്ങോട്ട് വന്നതിൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ ആച്ച ഇങ്ങോട്ട് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ബോട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് റെഡിയായി ഇറങ്ങുമ്പോൾ മുതൽ പറയായിരുന്നു, നമുക്ക് ബോട്ട് കാണാൻ പോവാം. എപ്പോഴും തീവണ്ടി കാണലായിരുന്നു അച്ഛൻ്റെ പരിപാടി. ഇപ്രാവശ്യം അത് ബോട്ടിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിന് മുന്നേ ഒരു ദിവസം നമ്മൾ അച്ഛനെ പപ്പഞ്ചേരി ബോട്ട് ജെട്ടിയിൽ കൊണ്ടുപോയായിരുന്നു. പക്ഷേ ബോട്ട് കണ്ടില്ല. ബോട്ട് ജെട്ടി പോവാമെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ അവൻ വിചാരിച്ചാൽ പിന്നെ ബോട്ട് കാണാനാണല്ലോ പോകുന്നത്. ആ ഒരു മൈൻഡ് വെച്ചിട്ടായിരിക്കണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുന്നത്. കുറേ മുന്നോട്ട് പോയിട്ട് ഈ ബോട്ട് കാണണ്ടായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചോ, എന്നാൽ പിന്നെ ഇന്ന് മിക്കവാറും ബോട്ട് ഉണ്ടാവില്ല. ബോട്ട് എവിടെയും അല്ലെങ്കിൽ എപ്പോഴും അവിടെ നിർത്തി വെക്കുന്നതാണ്, ഇല്ലയെന്ന് വിചാരിച്ചു. പക്ഷേ സംഭവം അവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ പോയപ്പം മഴയില്ലാത്ത സമയമായതുകൊണ്ട് അത്യാവശ്യം കാണാൻ നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും അവിടെ ഇരുന്ന് മീനെ പിടിക്കലും കുറേ ആൾക്കാർ വെറുതെ ഇരിക്കലും എല്ലാം പരിപാടിയായിരുന്നു. ഒന്നുമില്ലെങ്കിലും വൈകുന്നേരം ഇങ്ങനെ പോകാൻ എന്തുകൊണ്ടും അടിപൊളിയാണ്. നമ്മൾ ഇവിടെയും കൊണ്ട് തീർന്നു എന്ന് വിചാരിച്ചിട്ട് എന്നാലും കുറച്ചും കൂടി മുന്നോട്ട് പോയി നോക്കാമെന്ന് വെച്ചിട്ട് പോയതാണ്. ഒരു കുട്ടി ഉണ്ടായിരുന്നു അവിടെ. ആ കുട്ടി പറഞ്ഞു കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ സൂര്യനെ ഫുള്ളായിട്ട് കാണാൻ പോയിക്കോ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഏതായാലും കണ്ടേക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സൂര്യൻ കണ്ണിനടിച്ചോ? അടിപൊളിയല്ലേ? ആ പോവും, നമുക്ക് പോയിപ്പിക്കാം. വേറെ ടോണി ഉണ്ടാവും, നോക്കാം. എന്തായാലും മുന്നോട്ട് പോയത് വെറുതെ ആയില്ല. ആച്ചൂന് എന്തായാലും അടിപൊളിയായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അത് നോക്കിയേ ഇത് നോക്കിയെന്നെല്ലാം പറഞ്ഞാൽ എനിക്ക് ഓരോന്ന് കാണിച്ചു തരലായിരുന്നു ആച്ചൂൻ്റെ പിന്നത്തെ പരിപാടി. ബോബോല്ലുണ്ട്.
ആര് ശരിയാക്കും? നീയോ? ഓടണ്ട 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 ഓടണ്ട. ബോട്ട് പൂട്ടി. ഇപ്പൊ എങ്ങനെയുണ്ട്? കിട്ടിയില്ലേ ബോട്ട്? പൂട്ടി. എന്റെ അതെന്തിനാ? ആടാരെ കെട്ടിയിട്ട് അച്ചു? പോവാൻ പറ്റൂല. പോവാൻ പറ്റാത്തോണ്ട് അവര് കെട്ടി വെച്ചു. എന്തിനാ കെട്ടിട്ടേ? ബോട്ട് പോകണം. ബോട്ട് പോകണ്ട. അച്ചാച്ചൻ തോണി എടുക്കുന്ന കണ്ടാ? കണ്ടാ നിങ്ങള് കണ്ടാ? നീ ആരാ? നീ ആണ് ആഷിക്കല്ല? ഇതെന്തിനാ ഇങ്ങനെ കെട്ടിട്ടേ ഈ കയറ്? ആര്? അതെന്തിനാ കെട്ടിട്ടേ? എന്തിനാ കെട്ടിട്ടേ? ബോട്ട് പോവാനല്ല, ബോട്ട് പോവാണ്ടിരിക്കാനാ കെട്ടി. ബോട്ട് എവിടെയും പോവാണ്ടിരിക്കാന് നീങ്ങി നീങ്ങി പോകൂലേ? ബോട്ട് എങ്ങനെയാ ഇരിക്കുന്നേ? അങ്ങനെയാ? ബോട്ട് എങ്ങനെയാ കുഞ്ഞ മുമ്പത്തില് പൊങ്ങി കിടക്കുന്നേ? കിടക്കും. എവിടാ? അതിനകത്ത് കയറാൻ പറ്റില്ല, പൂട്ടി വെച്ചു. നിന്നെ കയറ്റി വിടത്തെ? പോയിട്ട് വരുവാ? കണക്കായി. ഞാൻ റെഡിയാണ്. എന്നാ പോയാലോ? നിന്നെ കയറ്റി വിടാം. I love you. I love you. I love you. I love you too പറയുന്നില്ല. അത് നശിപ്പിച്ചു. നമുക്ക് ഇവിടെ ഇരിക്കാനും ചളിവിട്ടോ. അത് കണ്ട അവിടെ തോന്നി. അച്ചു തൂങ്ങിക്കിടക്കുന്ന പോലെയുണ്ട്. കൊരങ്ങൻ കുഞ്ഞ് തന്നെ. കങ്ങുഞ്ഞിനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി എന്തല്ലോ പറ്റൂല. എന്താ ചെയ്യാ?
എന്താ ചെയ്യാ പൊങ്ങൻ കുഞ്ഞിനെ പറ്റില്ല അപ്പൊ എന്താ ചെയ്യാ. അങ്ങനെ നമ്മൾ അവിടുത്തെ പരിപാടിയെല്ലാം അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകലായി. കൈയിട്ട് നോക്കണ്ട. എന്താ കുട്ടിയാ